ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കൊടുത്ത ആ സഹായം, ആ പണം അതെവിടെ നിന്നാണ് ശാലിനിക്ക് കിട്ടിയതെന്ന് കണ്ടെത്തുവാനുള്ള നീക്കങ്ങളായിരുന്നു സുസ്മയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും ശാലിനിയുടെ കയ്യിൽ നിന്ന് ഇത്രയും പണം എങ്ങനെയാണ് അവൾ മറ്റൊരാൾക്ക് ദാനമായി നൽകിയിരിക്കുന്നത്? അവളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെ എത്തി? അത് ഞാൻ തീർച്ചയായും കണ്ടെത്തി ശാലിനി. നീ എൻ്റെ പിന്നാലെയല്ല, ഞാൻ നിന്റെ പിന്നാലെയാണുള്ളത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുസ്മിത ശാലിനിക്കെതിരെയുള്ള നീക്കങ്ങൾക്കായി അടുത്ത പദ്ധതികൾ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ശാലിനി ആകെ ആശങ്കയോടെ കുഞ്ഞിനെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം ശിവനോട് സംസാരിക്കുവാനായി എത്തിയത്. ശിവന്റെ അരികിലേക്ക് എത്തിയ ശാലിനിയുടെ ടെൻഷൻ കണ്ട് രണ്ടുപേർക്കും കൂടി ഒരു ഗ്ലാസ് ചായ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ ശിവൻ ചായ വാങ്ങിക്കുന്നു. എന്നിട്ട് അത് ശാലിനിക്ക് നൽകിയിട്ട് ശിവൻ ചോദിച്ചു, അല്ല, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? എന്താ തന്നെ ശാലിനി ഇതുപോലെ അലട്ടുന്ന കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള ആശങ്കയാണ് തന്നെ മനസ്സിലാകെ ഉള്ളതെന്ന് ശാലിനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശിവൻ പറഞ്ഞു, അത് ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ പ്രശ്നം അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് ശിവൻ അറിയിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, കുഞ്ഞിനെ എനിക്ക് നോക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ജോലിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ശാരികേച്ചിയുടെ കുഞ്ഞിനെ നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഓഫീസിലും മറ്റും പല ആവശ്യങ്ങൾക്കായി പോകേണ്ടി വരുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ശിവൻ ചോദിച്ചു, അല്ല, പൊന്നി ഒരു ഓപ്ഷൻ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പൊന്നി ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ പൊന്നിക്ക് വീട്ടിൽ പിടിപ്പത് ജോലിയുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, സത്യമോളുടെയും പപ്പിയുടെയും കാര്യം നോക്കണം, പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളും. അങ്ങനെ വരുമ്പോഴേക്കും പൊന്നിക്കും തിരക്കുകൾ കൂടുതലാണ്. പൊന്നിക്ക് ജോലി ഭാരം വല്ലാതെ കൂടുതൽ തന്നെയാണ്. അതിനിടയിൽ കുഞ്ഞിനെ കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടപ്പാടാണ്. ശിവനൊന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പോംവഴി പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയ ശ്യാമയുടെ കാര്യവും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ശ്യാമ അവൾ കുഞ്ഞിനെ അപായപ്പെടുത്താൻ നോക്കിയതാണ്. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് കുഞ്ഞിനെ ശ്യാമയ്ക്കരികിലും കൊണ്ടുചെന്ന് നിർത്താനാവില്ല എന്ന് വിഷമത്തോടെ ശാലിനി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശിവൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. ശിവനോട് ശാലിനി പറഞ്ഞു, എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് എത്രയും വേഗം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുറച്ചൊന്ന് ആലോചിച്ചതിന് ശേഷം ശിവൻ പറഞ്ഞു, അതെ, കുഞ്ഞിനെ നോക്കാൻ പറ്റിയ ഇപ്പോൾ ശാലിനിക്ക് സഹായമായി മാറാൻ സാധിക്കുന്ന ഒരേ ഒരാൾ ശാലിനിയുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് ശിവൻ പറഞ്ഞു. അതാരാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ പറയാം, ചായ കുടിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചായ മതിയെന്ന് ശാലിനി അറിയിച്ചു. വേഗം തന്നെ ശിവൻ ആ ഗ്ലാസ് വാങ്ങിച്ച് ചായയുടെ പണവും നൽകി വേഗം ജീപ്പിനരികിലേക്ക് എത്തി. എന്നിട്ട് ശിവൻ പറഞ്ഞു, ശാലിനി വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി സംശയപ്പെട്ട് നോക്കുക. പറയാം, ശാലിനി വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് ശിവൻ ശാലിനിയോട് വണ്ടിയിൽ കയറാനായിട്ട് പറയുന്നു. വണ്ടിയിൽ കയറും ശാലിനി ആശങ്കയോട് ശിവനോട് ചോദിച്ചു, അത് ആരാ അങ്ങനെ ഒരാൾ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, അത് പറഞ്ഞു തരാം, അയാൾക്കരികിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞ് ശിവൻ വേഗം വണ്ടി എടുത്തുകൊണ്ട് നേരെ കുടുംബശ്രീയിലേക്ക് വന്നെത്തി. അവിടേക്ക് ശാലിനിയോട് ശിവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാം കേട്ടതിന് ശേഷം ശാലിനി പപ്പിമോളെയും കൂടി നേരെ കുടുംബശ്രീയിലേക്ക് വരികയാണ്. വണ്ടി വന്ന് നിന്നതും വാതിക്കലേക്ക് എത്തിയ ശ്യാമ അവിടേക്ക് പപ്പിമോളുമായി വരുന്ന ശാലിനിയെ കണ്ടു. പപ്പിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ശ്യാമ. മോളെ പപ്പി എന്ന് വിളിച്ച് മകളെ ചേർത്ത് പിടിച്ച് കവിളത്തും മുഖത്തും എല്ലാം മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് വിവരങ്ങൾ ചോദിച്ച് ശ്യാമ അരികിൽ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ശ്യാമേ, നീ എന്തിനാ ഇത്ര അകൽച്ച കാണിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നീയാണ് ഇവളെ വളർത്തിയത്, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പ്രസവിച്ചതാണ് ഈ കുഞ്ഞിനെ എങ്കിൽ പോലും ഈ കുഞ്ഞിനെ വളർത്തിയത് നീയാണ് എന്ന് എനിക്കും നിനക്കും അറിയാവല്ലോ. നിന്റെ മകളായിട്ടല്ലേ ഇവൾ വളർന്നത് എന്ന് ശാലിനി ശ്യാമയോട് ചോദിച്ചു. ശ്യാമ ആകെ വിഷമത്തോടെ പപ്പിയെ നോക്കുമ്പോൾ, കുഞ്ഞേച്ചി, എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ശ്യാമേ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നിന്റെ മനസ്സിലെ വിഷമം കൊണ്ട് നീ പറഞ്ഞു പോയതാണെന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് യാതൊരു പരിഭവവുമില്ല, നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും പപ്പിമോളെ കാണാനായിട്ട് വരാം. അതിന് എൻ്റെ അനുവാദത്തിന് നീ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയതാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ശ്യാമ ശാലിനിയോട് ക്ഷമ പറയുമ്പോഴേക്കും ശാലിനിയുടെ അരികിൽ നിന്ന് പപ്പിമോളോട് നേരെ ശ്യാമയ്ക്കരികിലേക്ക് പോയിക്കൊള്ളാനായിട്ട് ശാലിനി പറയുന്നു. പപ്പിമോളുടെ അടുത്തേക്ക് ഓടിയെത്തി ശ്യാമ, മോള് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? മോൾക്ക്
കോഴിക്കോട്ടെ ഇഷ്ടമല്ലേ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളത്. അത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. മോള് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും പപ്പി താൻ കഴിച്ചു എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി പറഞ്ഞു, ചെല്ല് മോള് ഇന്ന് കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് പപ്പിയെ ശ്യാമയ്ക്കൊപ്പം ശാലിനി പറഞ്ഞു വിട്ടു. പപ്പി മോളെ കണ്ടതും വലിയ സന്തോഷത്തോടെ ശ്യാമ പപ്പിയുമായിട്ട് പോവുകയാണ്. പപ്പി മോളെ കൂടി തനിക്ക് നഷ്ടമായപ്പോൾ തനിക്ക് ആരുമില്ല എന്നായിപ്പോയി. അത്രത്തോളം ഞാൻ സ്നേഹിച്ച് വളർത്തിയതല്ലേ ഇവളെ എന്ന് പറഞ്ഞ് ശാലിനിയോട് വിഷമം ശ്യാമ പറയുമ്പോഴേക്കും ശ്യാമയോട് ശാലിനി പറഞ്ഞു, ഇത് നിന്റെ മോള് തന്നെയാ. അതിൽ നീ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നീ മോളെയും കൂട്ടി അകത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിമോളെയും ശ്യാമയും അകത്തേക്ക് പറഞ്ഞു വിട്ടു. രണ്ടുപേരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഇതെല്ലാം അപ്പുറത്ത് ഹോട്ടലിൽ നിന്നുകൊണ്ട് ശാന്തേച്ചി കാണുകയുണ്ടായി. അവിടെയുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ശാന്തേച്ചി വേഗം ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി. മോളെ ശ്യാമ ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുണ്ട് ശ്യാമയ്ക്ക്. പപ്പി മോളെ കൊണ്ടുവന്ന് എന്തുകൊണ്ടും നന്നായി ശാലിനി എന്നെല്ലാം പറഞ്ഞ് ശാന്ത അരികിലേക്ക് എത്തിയതും ശാലിനി പറഞ്ഞു, എനിക്കറിയാം അവൾക്ക് പപ്പിയോടുള്ള സ്നേഹം. ഇങ്ങനെയെങ്കിലും അവളുടെ മനസ്സൊന്ന് ശാന്തമാട്ടെ. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൾ ആരോടും പറയില്ല. അവളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് പപ്പിമോളുടെ അരികിലൊക്കെ വന്നിരിക്കുമ്പോൾ അവളുടെ ആ വിഷമങ്ങളും ആശങ്കകളും ഒക്കെ അങ്ങ് മാറിപ്പോയിക്കോളും എന്ന് ശാലിനി ശാന്തേച്ചിയോട് അറിയിച്ചു. അത് ശരിയാണ് മോളെ എന്ന് ശാന്തയും തലകുലുക്കി സമ്മതിച്ചു. അപ്പോഴാണ് ശാലിനി പറഞ്ഞത്, ശാന്തേച്ചി ഞാൻ വന്നത് ശാന്തേച്ചിയോട് വേറൊരു കാര്യം പറയാനാണ്. എന്താ കുഞ്ഞേ എന്ന് ശാന്ത അന്വേഷിച്ചപ്പോഴേക്കും ശാലിനി ചോദിച്ചു, ശാന്തേച്ചി ഇപ്പോൾ ശാരിക ചേച്ചിയുടെ മോള് എൻ്റെ അടുത്താണെന്നുള്ള കാര്യം ശാന്തേച്ചിക്ക് അറിയാമല്ലോ. അവിടെ എനിക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമുള്ളത് കൊണ്ട് മോളുടെ കാര്യം എപ്പോഴും ശ്രദ്ധിച്ച് വെക്കാനാവുന്നില്ല. മാത്രമല്ല പൊന്നിക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ കുഞ്ഞിനെ ശരിക്കും ശ്രദ്ധിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ശാന്തേച്ചിയോട് ഒരു സഹായം ചോദിക്കാനാണ് ഞാൻ എത്തിയത്. ശാന്തേച്ചിക്ക് കുറച്ച് ദിവസത്തേക്ക് ശാരികേച്ചി ഒന്ന് ഭേദമായി വരുന്നത് വരെ വീട്ടിൽ വന്ന് നിന്നൂടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനായിട്ട് എന്ന് ശാന്തയോട് ചോദിച്ചപ്പോഴേക്കും ശാലിനിയുടെ ചോദ്യം കേട്ട് ശാന്ത ഞെട്ടി. അയ്യോ കുഞ്ഞെ, അപ്പോൾ ഇവിടുത്തെ കാര്യമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ നമുക്ക് രാജി ആരെങ്കിലും വിളിച്ച് നിർത്താം എന്നായിരുന്നു ശാലിനിയുടെ മറുപടി. അപ്പോഴേക്കും ശാന്ത പറഞ്ഞു, അയ്യോ കുഞ്ഞെ, ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാലോ. അങ്ങേർക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല പുള്ളിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കും. പണമാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും എവിടുന്നെങ്കിലും പണം കിട്ടിയാൽ അപ്പോൾ തന്നെ കുടിക്കാനായിട്ട് ഓടുകയും ചെയ്യും. അതുകൊണ്ട് പണത്തിന് വേണ്ടി അവിടെ വന്ന് ബഹളം ഉണ്ടാക്കും, എന്നോട് വഴക്കുണ്ടാക്കും. അതൊക്കെ ഞാൻ അവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ കുഞ്ഞിനാണ് അതൊക്കെ കുറച്ചിലായി മാറുക. അവിടെയൊക്കെ വന്ന് അയാൾ ബഹളം ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് കുഞ്ഞിനറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്ന കുഞ്ഞ് നല്ലത്. മറ്റെന്തെങ്കിലും വഴി കുഞ്ഞ് കണ്ടോ എന്ന് ശാന്ത വിഷമത്തോടെ ശാലിനിയോട് പറഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ആയതുകൊണ്ടാണ് കുഞ്ഞ് എന്ന് പറഞ്ഞു വിഷമത്തോടെ ഇങ്ങനെ പറയുമ്പോൾ രാജേന്ദ്രൻ അവിടെ ഹോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ശാലിനിയുടെ കാറിനടുത്ത് വന്ന് അവരുടെ സംസാരം മറഞ്ഞു നിന്ന് രാജേന്ദ്രൻ കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് ശാലിനി അങ്ങോട്ട് നോക്കിയതും ശാലിനിയുടെ മുഖഭാവം മാറുന്നത് കണ്ട് ശാന്തയും അവിടേക്ക് നോക്കി. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന രാജേന്ദ്രനെ ഇരുവരും കണ്ടത്. ദൈവമേ, എല്ലാം കേട്ടിട്ടാണോ അങ്ങനെ വരുന്നത് എന്ന് ശാലിനിയോട് ആശങ്കയോടെ ശാന്ത അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എന്തായാലും ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും രാജേന്ദ്രൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ശാന്തേ, നീ എന്താ ഈ പറയുന്നത്? മേഡം ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഞാൻ ഒരു രീതിയിലും വഴക്കുണ്ടാക്കാൻ വരത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ വെള്ളം അടിക്കത്തുമില്ല. എന്താ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി മേഡം ഇവള് അവിടേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവളെ അവിടെ കൊണ്ടുവന്ന് വിടും മേഡം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു, അതെനിക്കറിയാം, നിങ്ങൾക്ക് അവിടെ വന്ന് വഴക്കുണ്ടാക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ പോവില്ല. നിങ്ങളുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ ശാന്ത ദേഷ്യപ്പെട്ടു. ഉടനെ ശാലിനി ഇരുവരെ നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു ശാലിനി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ശാന്തയുടെ അടുത്തേക്ക് എത്തി രാജേന്ദ്രൻ പറഞ്ഞു, എടി ശാന്തേ, നീ എന്ത് പണിയായി കാണിച്ചത്? മഹാലക്ഷ്മിയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്, അതിനെയാണോ നീ ഓടിച്ചുവിടാൻ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും മഹാലക്ഷ്മിയോ? അതേടി, നീ ഇപ്പോൾ ആ കുഞ്ഞിനെ നോക്കാനായി എവിടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള ശമ്പളം കിട്ടില്ലേ? പിന്നെ എന്തിനാ നീ ഇത് വേണ്ടെന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശാന്ത പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാലോ മനുഷ്യ. നിങ്ങൾ വെള്ളമടിച്ചിട്ട് അവിടെ വന്ന് വഴക്കുണ്ടാക്കും, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ സ്വഭാവം കൃത്യമായിട്ട് എനിക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രാജേന്ദ്രനാകെ ടെൻഷനിലായി. ഇവളോട് ഇനി എന്ത് പറഞ്ഞാട്ടാ ഇവളെ ഒന്ന് ഞാൻ സമ്മതിപ്പിക്കുക എന്നാലോചിച്ച് രാജേന്ദ്രൻ, മര്യാദയ്ക്ക് നീ മേഡം പറഞ്ഞതുപോലെ കേൾക്കാൻ നോക്കിക്കോ, അതാ നിനക്ക് നല്ലത് എന്ന് രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ശാരികയെ നോക്കുവാനായി ഡോക്ടർ ശാരികയ്ക്ക് അരികിലേക്ക് എത്തി. മെഡിസിൻസ് ഒക്കെ കൊടുത്ത്
ശാരികയുടെ ഹെൽത്തൊക്കെ നോക്കുന്നതിനിടയിൽ ശാരിക ഡോക്ടറോട് വിഷമത്തോടെ പറഞ്ഞു, "ഡോക്ടറെ, എൻ്റെ കാലിനും മുട്ടിനും വല്ലാത്ത വേദനയുണ്ട് എന്ന്." നോക്കാമെന്ന് പറഞ്ഞ് പതിയെ ശാരികയുടെ കാലെടുത്ത് പൊക്കാൻ നോക്കിയപ്പോഴേക്കും ശാരികയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ശാരിക കിടന്ന് കരയുന്നത് കേട്ടപ്പോഴേക്കും ഡോക്ടർ ശാരികയുടെ കാൽ ഒന്നുകൂടി തൊട്ടു നോക്കി. വേദന കാരണം ശാരിക നിലവിളിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ഗോപാലകൃഷ്ണൻ എത്തിയത്. "എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?" എന്ന് നോക്കിയപ്പോഴേക്കും ഡോക്ടർ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ നോക്കിയിട്ട് പറഞ്ഞു, "പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് വന്നേ" എന്ന് പറഞ്ഞ് വേഗം ഗോപാലകൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടറുടെ ആ വാക്ക് കേട്ട് ഗോപാലകൃഷ്ണൻ വല്ലാത്ത ടെൻഷനിലായി. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു, "എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?" എന്ന് ചോദിച്ചപ്പോഴേക്കും, "പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയണം. എത്രയും പെട്ടെന്ന് ശാരികയുടെ ഓപ്പറേഷൻ ആ കാലിന് ചെയ്തില്ല എങ്കിൽ ശാരികയ്ക്ക് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല" എന്നറിയിച്ചു. അത് കേട്ടതും ഡോക്ടറോട് ആശങ്കയോടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, "അയ്യോ ഡോക്ടർ, അങ്ങനെ പറയരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അവൾ എഴുന്നേറ്റ് നടക്കണം. അല്ലാതെ ഇങ്ങനെ അവൾ കിടന്നു പോയാൽ അത് ശരിയാവില്ലല്ലോ ഡോക്ടർ. അതിന് പണം എത്രയാണെന്ന് ഡോക്ടർ പറ" എന്നറിയിച്ചു. "അതിച്ചിരി പണച്ചിലവുള്ള ഒരു ഓപ്പറേഷനാണ്" എന്ന് പറഞ്ഞപ്പോഴേക്കും, "എങ്കിലും എത്രയാണെന്ന് ഡോക്ടർ പറയാതെ" എന്ന് പറഞ്ഞപ്പോൾ, "ഒരു 2-2.5 ലക്ഷം രൂപ വേണ്ടിവരും" എന്ന് ഡോക്ടർ അറിയിച്ചു. 2.5 ലക്ഷമോ എന്ന് ഞെട്ടലോടെ ഗോപാലകൃഷ്ണൻ അത് കേട്ട് ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിന്നു. പെട്ടെന്ന് ഗോപാലകൃഷ്ണന്റെ ആ വാക്ക് കേട്ടതും 2.5 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് ഗോപാലകൃഷ്ണനോട് ഡോക്ടർ പറഞ്ഞപ്പോൾ ആകെ ടെൻഷനോടെ ഗോപാലകൃഷ്ണൻ നിന്നു. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, "ഡോക്ടർ, എന്തായാലും ഓപ്പറേഷൻ നടത്താതിരിക്കാനാവില്ലല്ലോ" എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, "എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് പണം കണ്ടെത്തിയിട്ട് എന്നോട് വിവരം അറിയിക്കുക" എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡോക്ടർ പോകുന്നു. ഗോപാലകൃഷ്ണൻ വല്ലാത്ത ടെൻഷനിലായി. 2.5 ലക്ഷം രൂപ അത് താൻ എങ്ങനെ ഉണ്ടാക്കും എന്നൊരാശങ്കയായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ മനസ്സിനെ അലട്ടിയത്. ഗോപാലകൃഷ്ണൻ അതോർത്ത് ആകെ ടെൻഷനോടെ നിന്നു. അതിനുശേഷം ഇതിന് ഒരു പോംവഴി കണ്ടെത്താൻ എന്താണൊരു വഴി എന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഗോപാലകൃഷ്ണൻ നിൽക്കുമ്പോഴാണ് ശാലിനി ഇക്കാര്യത്തിൽ ശാലിനിയോട് സഹായം ചോദിക്കാൻ തനിക്കാവില്ല എന്ന ഒരു ധാരണയിൽ ഗോപാലകൃഷ്ണൻ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ ഇനി എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ച് വേഗം വേലായുധൻ്റെ അരികിലേക്ക് എത്തി. വേലായുധൻ തൻ്റെ കൂട്ടുകാരനെ കണ്ടതും, എന്താ എന്താ ഗോപാലകൃഷ്ണൻ നീ ഈ വഴിക്ക്?" എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, "എടാ, നിനക്ക് എൻ്റെ മൂത്ത മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അവൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്" എന്ന് പറഞ്ഞു. "അതിപ്പോൾ എന്ത് പറ്റി ഗോപാലകൃഷ്ണ? എന്തായി അതിനിപ്പം?" എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, "എടാ, അവൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ പെട്ടെന്ന് അവൾക്കൊരു ഓപ്പറേഷൻ ചെയ്യണം. ഡോക്ടർ പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവളുടെ കാലിന് ചലനശേഷി നഷ്ടമായി. അവൾ ഇനി നടക്കാതിരുന്നു കഴിഞ്ഞാൽ അവൾ എനിക്ക് വലിയൊരു ബാധ്യതയാകുമെന്ന് മാത്രമല്ല തീരാത്ത കണ്ണുനീരുമാകും. അതുകൊണ്ട് ആ ഓപ്പറേഷൻ എത്രയും വേഗം നടത്തിയേ തീരൂ." അത് കേട്ടതോടെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ, "അതിനെന്താ, നമുക്ക് ഓപ്പറേഷൻ നടത്താലോ. നീ അതിന് എത്രയാണെന്ന് അന്വേഷിച്ചോ?" എന്ന് ചോദിച്ചു. ഗോപാലകൃഷ്ണൻ അപ്പോഴേക്കും വേലായുധനോട് പറഞ്ഞു, "അതിച്ചിരി പണച്ചിലവുള്ള ഓപ്പറേഷനാടാ. ഒരു 2.5 ലക്ഷം രൂപ വേണ്ടി വരും. എൻ്റെ കയ്യിൽ എവിടുന്ന് അത്രയും തുക? നിനക്കറിയാമല്ലോ, 2.5 ലക്ഷം രൂപ സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം" എന്ന് പറഞ്ഞു. "എടാ, ഞാൻ എവിടുന്നാടാ പണം ഉണ്ടാക്കി തരിക? എൻ്റെ അവസ്ഥ നിനക്കറിയത്തില്ലാത്തത് കൊണ്ടാണ്. സത്യത്തിൽ ഞാനും കുറച്ച് പണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നടക്കുക. പലരോടായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഉറപ്പ് പറഞ്ഞിട്ടില്ല. എന്താ ചെയ്യുക എന്ന ആശങ്കയിലാണ് ഞാനിപ്പോൾ. എന്തായാലും ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. ഇല്ല എങ്കിൽ എൻ്റെ അവസ്ഥ അത് അതിനേക്കാളും ദയനീയമാകും. ഇനി ആ കുഞ്ഞിൻ്റെ കാര്യവും ശാരികയുടെ കാര്യവും എല്ലാം ആകുമ്പോഴേക്കും ആകെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ തീരുമെന്ന്" ഗോപാലകൃഷ്ണൻ ആശങ്കയോടെ വേലായുധനോട് പറഞ്ഞു. ഉടനെ വേലായുധൻ പറഞ്ഞു, "എടാ, നമ്മളൊക്കെ പണം ചെന്ന് ചോദിച്ചാൽ ആര് തരാനാണ്? എന്തായാലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. നിനക്കും പണം അത്യാവശ്യമാണ്, എനിക്കും പണം വേണം. എന്തെങ്കിലും ഒരു പോംവഴി നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം" എന്ന് പറഞ്ഞു. ആരോടെങ്കിലും പണം ചോദിച്ചിട്ടാണെങ്കിലും ഈ പണം കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ, "അല്ല, നിൻ്റെ ഒരു മകൾ കളക്ടറല്ലേ, അവരോട് ചോദിച്ചാൽ പണം തരില്ലേ?" എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, "എടാ, എൻ്റെ ഈ മകളുടെ കുഞ്ഞിനെ നോക്കുന്നത് എൻ്റെ കളക്ടർ മോളാണ്. അവളോട് ഇനിയും ഈ പണത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ. മാത്രമല്ല, ഞാനും എൻ്റെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമല്ലേ" എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ വേലായുധനോട് ചോദിച്ചു.
ഉടനെ വേലായുധൻ കുറച്ചേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, തൃക്കരിപ്പൂർ ക്ഷേത്രം. അത് കേട്ടതും വേലായുധൻ പറഞ്ഞത് കേട്ട് ഗോപാലകൃഷ്ണൻ ഒന്ന് ഞെട്ടി. എന്താണ് നീ പറഞ്ഞു വരുന്നത്? അവിടുത്തെ കാണിക്ക വഞ്ചി. അത് കേട്ടതും വല്ലാത്ത ടെൻഷനായി ഗോപാലകൃഷ്ണന്. ഉടനെ ഗോപാലകൃഷ്ണനോട് വേലായുധൻ പറഞ്ഞു, എടാ, തൃക്കരിപ്പൂർ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി. ഭഗവാൻ നമുക്ക് ആ പണം തന്നാൽ, ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചാൽ പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടാ. തെളിവില്ല എങ്കിൽ ഒരു പോലീസും നമ്മുടെ പിന്നാലെ വരില്ല. ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എടാ, അതെങ്ങനെ ശരിയാവും? ഇപ്പം അതും ഭഗവാന്റെ കാണിക്ക വഞ്ചി എന്നൊക്കെ പറയുമ്പോൾ അത് അകത്തിരിക്കുന്നതല്ലേ എന്ന് ആശങ്കയോടെ ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോൾ ഉടനെ വേലായുധൻ പറഞ്ഞു, എടാ, ഞാൻ എത്ര തവണ ഈ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എത്ര തവണ ഈ ജോലി ചെയ്തതാ, മറ്റുള്ളവരെ കണ്ടും കാണാതെയും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എടാ, അതൊക്കെ നിന്റെ ചോരത്തിളപ്പുള്ള കാലത്തല്ലേ. ഇപ്പോൾ ഒന്ന് ഓടാൻ പോലും, നമ്മുടെ ഇഷ്ടത്തിന് ഓടാൻ പോലും നമുക്ക് സാധിക്കാത്ത പ്രായമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാടാ എന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു, എടാ, ഈ പ്രായത്തിലല്ലേ നമ്മൾ ഒരുത്തനെ കൊന്നു മറവ് ചെയ്തത്. എന്നിട്ടോ ആരെങ്കിലും കണ്ടുപിടിച്ചോ? പോലീസിന് നമ്മളെ പിടികൂടാൻ കഴിഞ്ഞു. എടാ, അതാ ഞാൻ പറഞ്ഞത്. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമുക്ക് ഇത് തന്നെയാണ് പോംവഴി. ഭഗവാൻ നമ്മളെ കാത്തോളും. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഇതല്ലേ നമുക്ക് നേടാൻ കഴിയൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭഗവാൻ കാട്ടിത്തരും എന്ന് ഗോപാലകൃഷ്ണനോട് വേലായുധൻ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ശിവൻ മടങ്ങിയെത്തിയത്. വണ്ടിയിൽ വന്നിറങ്ങിയ ശിവൻ അവിടെ നിന്ന് സംസാരിക്കുന്ന ഇരുവരെയും കണ്ടിട്ട് അരികിലേക്ക് ചെന്നു. അല്ല, ഇതെന്താ എവിടെ നിൽക്കുന്നത്? ശാലിനിയുടെ അച്ഛനല്ലേ? എന്താ ഇവിടെ നിന്നത്? അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോൾ, ഏയ്, ഇവൻ എൻ്റെ പഴയൊരു ചങ്ങാതിയാ. അവൻ എന്നെ കാണാനായിട്ട് വന്നതാ. എന്തായാലും ശിവൻ ഞങ്ങൾ അകത്തേക്ക് കയറുക, ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ സംസാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് ശിവൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും വേലായുധൻ്റെ അടുത്തേക്ക് ഗോപാലകൃഷ്ണൻ എടുത്ത് ടെൻഷനോടെ ചോദിച്ചു, അതെ, എന്തെങ്കിലും അവൻ കേട്ടിട്ടുണ്ടാവോ? ഏയ്, അങ്ങനൊന്നും വരാൻ വഴിയില്ല. എന്തായാലും നമ്മൾ തീരുമാനിച്ചത് തന്നെ, തൃക്കരിപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനും വേലായുധനും അക്കാര്യം ഉറപ്പിച്ചതുപോലെ തീരുമാനിച്ചു. അതിനുശേഷം രാജേന്ദ്രൻ വീട്ടിലേക്ക് എത്തിയതും ശാന്ത വീട്ടുജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ആവശ്യം അംഗീകരിക്കാൻ ശാന്ത തയ്യാറല്ല എന്നൊരു കാര്യം തിരിച്ചറിഞ്ഞതിൻ്റെ ടെൻഷനിലായിരുന്നു രാജേന്ദ്രൻ. എങ്ങനെയും അവളെ എവിടേക്ക് പറഞ്ഞു വിട്ടേ പറ്റൂ, എന്നാലേ കാര്യങ്ങൾ നടക്കും. അപ്പോഴേക്കും രാജേന്ദ്രൻ്റെ മനസ്സിലേക്ക് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. കുട്ടിക്കൃഷ്ണൻ രാജേന്ദ്രനെ ഭീഷണിപ്പെടുത്തിയതെല്ലാം ഓർത്തുകൊണ്ട് വല്ലാത്ത ടെൻഷനോടെ പെട്ടെന്ന് രാജേന്ദ്രൻ ചിന്തിച്ചു, ദൈവമേ, ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എത്രയും വേഗം തന്നെ കണ്ടെത്തിയേ തീരൂ. അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവിടേക്ക് പോകാൻ സമ്മതിപ്പിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് രാജേന്ദ്രൻ നിന്നു. പെട്ടെന്ന് വല്ലാത്ത വയറുവേദന എന്ന രീതിയിൽ അവിടെ നിന്ന് നിലവിളിക്കുകയാണ് രാജേന്ദ്രൻ. ഉടനെ ശാന്ത അരികിലേക്ക് ഓടിയെത്തി, എന്താ എന്താ മനുഷ്യ പറ്റിയത് എന്ന് ചോദിച്ചു. എടീ, എനിക്ക് തീരെ വയ്യ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. അതെ, ഞാൻ കുറച്ച് ഇഞ്ചി പിഴിഞ്ഞ് തരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും തീരുന്ന വേദനയല്ലടി ഇത് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി മരുന്ന് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശാന്ത പോകാൻ തുടങ്ങുമ്പോഴേക്കും രാജേന്ദ്രൻ പറഞ്ഞു, എടി, അങ്ങനെ ആ മരുന്ന് കൊണ്ടൊന്നും തീരുന്നതല്ല ഇതേ ലിവർ സിറോസിസാ. നിനക്കറിയാമല്ലോ, ഇത് ആളെയും കൊണ്ട് പോകുന്ന രോഗമാണ്. ഇതിന് വലിയ വലിയ ചികിത്സകൾ നടത്തണം. അതിന് പണം വേണം. നിൻ്റെ കയ്യിലുണ്ടോ അത്രയും വലിയ പണം? അത് കേട്ടതും ശാന്ത പറഞ്ഞു, പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ മനുഷ്യ? എവിടുന്നെങ്കിലും കടയും വിലയും മേടിച്ചിട്ടാണെങ്കിലും ചികിത്സ നടത്തണ്ടേ എന്ന് ശാന്ത ചോദിച്ചപ്പോഴേക്കും രാജേന്ദ്രൻ പറഞ്ഞു, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാലേ കുറച്ച് തുകയൊന്നും പോരാ, 1-2 രൂപയൊന്നും പോരാ, ഇതിന് ലക്ഷങ്ങൾ വേണ്ടി വരും, മനസ്സിലായോ എന്നൊക്കെ ശാന്തയോട് രാജേന്ദ്രൻ ചോദിച്ചു. അതിനിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇതിനെ ചികിത്സയ്ക്കായിട്ടേ അങ്ങ് തിരുവല്ലയ്ക്ക് പോകണം. അങ്ങ് തിരുവല്ലയിൽ ചെന്നാലേ ഇതിനുള്ള ചികിത്സയൊക്കെ ഉള്ളൂ എന്നൊക്കെ ആശങ്കയോടെ രാജേന്ദ്രൻ നിർദ്ദേശിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ ശാന്ത ചോദിച്ചു, അതിന് നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പണത്തിൻ്റെ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാന്തയോട് രാജേന്ദ്രൻ പറഞ്ഞു, പണം നിന്റെ മുന്നിലേക്ക് വന്നതല്ലേ, നിനക്ക് ആ ശാലിനി മേഡം പറഞ്ഞ കാര്യം അങ്ങ് ചെയ്തൂടെ? ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ പോയി നിന്നൂടെ? അങ്ങനെയാണെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ടെൻഷൻ ആവേണ്ടി വരുമോ? പണം നമ്മുടെ കയ്യിലേക്ക് വരില്ലേ? ആ പണവുമായിട്ട് ചികിത്സയ്ക്കും പോകാലോ എന്ന് രാജേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും ശാന്ത ചോദിച്ചു, ഏത് പണത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? എവിടുന്ന് കിട്ടുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ശാന്ത അന്വേഷിച്ചു. ഉടനെ രാജേന്ദ്രൻ പറഞ്ഞു, ഇനിയും നീ ഒരു കാര്യം ചെയ്യണം, ആ കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ ചെന്ന് നിൽക്കണം. അപ്പോഴേക്കും ശാന്ത പറഞ്ഞു, അതിനെ നാട്ടുനടപ്പ് വെച്ച് ഒരു പണം തരും, അതേ സരി കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വലിയ തുകയൊന്നും അവിടുന്ന് കിട്ടുകയില്ല. അപ്പോഴാണ് രാജേന്ദ്രൻ പറഞ്ഞത്, എടി, നീ കുഞ്ഞിനെ നോക്കാൻ ചെന്നാലല്ലേ അത് കിട്ടത്തില്ലാതെ ആവുള്ളൂ. കുഞ്ഞിനെ എടുത്ത് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടുത്തു കൊടുക്കാനോ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇനി
ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വയ്യ, അച്ഛനാണേ സ്ഥലത്തില്ല. എന്നാൽ സ്ഥലത്ത് അതിൻ്റെ വല്യച്ഛനും വല്യമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മാവനും ഉണ്ട്. അവരുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ അങ്ങ് എടുത്തു കൊടുക്കുക. അവർ നമുക്ക് ആവശ്യമുള്ള പണവും തരും. എന്താ അതുപോരെ നമ്മുടെ ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ? എന്താടി നിനക്കതിന് സമ്മതമല്ലേന്ന് ചോദിച്ചപ്പോഴേക്കും, ദേ മനുഷ്യ, കുഞ്ഞിനെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാനോ? അങ്ങനെ മാറ്റിയാൽ നിങ്ങളുടെ ഈ രോഗം മാറുമോ? അങ്ങനെ ഒരു ശാപം പിടിച്ച കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ഈ രോഗം മാറണ്ട. അല്ലാതെ നിങ്ങളങ്ങ് മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടു. ഓ അത് ശരി, അപ്പോൾ നിനക്ക് ഞാൻ മരിച്ചിട്ട് വേറൊരുത്തനെ കെട്ടി സുഖമായി ജീവിക്കണമല്ലേ എന്ന് ചോദിച്ച് രാജേന്ദ്രൻ ബഹളം ഉണ്ടാക്കിയതും, ദേ മനുഷ്യ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല, നിങ്ങളുടെ ആ മുഖം നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശാന്ത ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോന്നു. രാജേന്ദ്രൻ അപ്പോഴേക്കും ആലോചിച്ചു, അപ്പോൾ ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവളുടെ സഹായത്തോടെ കുഞ്ഞിനെ എടുക്കാമെന്ന് കരുതിയാൽ അത് സാധിക്കില്ല. ഇനി ഞാൻ തനിച്ച് തന്നെ ശ്രമിക്കുക, അല്ലാതെ വേറെ വഴിയില്ല എന്ന് രാജേന്ദ്രൻ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നു.